പ്രിയപ്പെട്ടവരെ, നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ ഡ്രീം കാശ്മീർ ഇവൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ വരെ 11 പേരായിരുന്നു. കാരണം ഇന്നലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു അവിടെ. അപ്പോൾ സോനമർഗിലായിട്ടും പെഹൽഗാമിലായിട്ടും ടോട്ടൽ 11 പേരായിരുന്നു. 4 പേര് സോനമർഗിലും ബാക്കി ഞങ്ങൾ 8 പേരോളം പെഹൽഗാമിൽ ആണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് 1 മണിക്കാണ് നമ്മൾ പെഹൽഗാം ടൗണിലെത്തുകയും അവിടുന്ന് ജസ്റ്റ് ഒരു ഡിസിഷൻ മേക്കിൻ്റെ മാത്രം എന്തോ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നേരെ ആരുവാലിലേക്ക് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ പോവേണ്ടിയിരുന്നത് ഇന്നലെ സംഭവിച്ച ബേസരൻ വാലി എന്നറിയപ്പെടുന്ന മിനി സ്വിറ്റ്സർലൻഡൊക്കെ ആയിരുന്നു. അങ്ങനെ പടച്ചോൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കല്ല പോയത്. എന്തോ ഒരു ഇതുകൊണ്ട് നേരെ നമ്മൾ ആരുവാലിയിലേക്കാണ് പോയത്. തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ ബൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഫേസിലേക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ശ്രീനഗറിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുള്ളൂ ഡൽഹിയിലെത്തിയിട്ട്. ഒരുപാട് വൃത്തിയായിട്ട കമൻറ്റുകൾ, മുസ്ലിം ആയതിൻ്റെ പേരിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു, ആ രീതിയിൽ കുറേ സാധനങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റുകൾ ഉണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്പന്മാരായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷനോ അല്ലാന്നുണ്ടെങ്കിൽ വാർത്താമാധ്യമങ്ങളിൽ മാത്രം കണ്ടിട്ട് വായിട്ടലക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പല മതക്കാരായിട്ടുള്ള ആളുകൾ. ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല. കാരണം കശ്മീരിൽ മുസ്ലിംസിന് എതിരാണ് ഈ ഒരു വിഷയം, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ രക്ഷക്കെത്തിയിരുന്ന ഒരുപാട്, ഇപ്പോൾ കർണാടകയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള, അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ലോക്കൽ ആളുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവരുടെ റിവ്യൂ ആയിട്ട് പല വാർത്താമാധ്യമങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും അതൊരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ ആയിട്ട് നിങ്ങളതിനെ ചിത്രീകരിച്ചിട്ട്, അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കശ്മീരും ബാക്കിയുള്ള സംഭവങ്ങളും പ്രൊപ്പഗണ്ട മൂവീസുകളും അതുപോലെ തന്നെ പ്രൊപ്പഗണ്ട ലിറ്ററേച്ചറിലുള്ള കുറേ സാധനങ്ങളായിട്ടായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. റിയാലിറ്റി വേറെയാണ്. ഫനാറ്റിക് സോണുകൾ കശ്മീരിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകൾ, മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ, ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ട്. അതിൻ്റെ റിയാലിറ്റികളാണ്. അതിനെ നമുക്ക് തുടച്ചു മാറ്റാൻ ഒരിക്കലും കഴിയുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഞാനീ പറയുന്നത് കശ്മീരിൽ തീർത്തും അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ആ ഒരു സംഭവം ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 90% ആളുകളും മനസ്സുകൊണ്ട് നല്ല ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളോട് കശ്മീരിലെ ഗുൽമർഗ് ആയാലും സോനമർഗ് ആയാലും പെഹൽഗാം ആയാലും ദൂദ്ബത്രി ആയാലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ലോക്കൽ ആളുകളോട് നമ്മൾ ഇടപഴകുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അപാകത മൂലമാണ് അവരുടെ മോശമായിട്ടുള്ള ബിഹേവിയറുകൾ, പൈസകളും കാര്യങ്ങളും. അതൊരു കൾച്ചറൽ സാധനമാണ്. ഈവൻ നമ്മൾ കേരളത്തിൻ്റെ പല ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ചില ആളുകളെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, ഒരിക്കലും ഒരാളുടെ അന്നത്തിലേക്ക് ഒരാൾ തന്നെ മണ്ണിടൂല. കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇൻകം സോഴ്സ് എന്നുള്ളത് അത് ചെറിയ അടിത്തട്ടിലുള്ള ആൾ മുതൽ വലിയ ആളുകൾക്ക് വരെയുള്ള ഫിനാൻഷ്യൽ സോഴ്സ് എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും കാശ്മീർ കാണാൻ വരുന്ന ആളുകൾക്ക്, അതായത് അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അവരിൽ നിന്ന് ടാക്സി ഡ്രൈവർ ആവട്ടെ, ടൂറിസ്റ്റ് ആളുകളാവട്ടെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ലോക്കൽ വെൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാവട്ടെ, ഹോട്ടൽ ബിസിനസ് ആവട്ടെ, കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സ് എന്നുള്ളത് ആസ് ഓഫ് നോ എനിക്ക് കിട്ടിയ വിവരപ്രകാരം അത് ടൂറിസം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും പുറത്തുനിന്നുള്ളൊരാൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യൂല. മാത്രമല്ല കശ്മീരിൽ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം മുസ്ലിംസിനെ മാത്രം രക്ഷപ്പെടുത്തി ഹിന്ദുസിനെ മാത്രം അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കോമൺ സെൻസുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഭവിഷ്യത്ത് അവിടെയുള്ള മുസ്ലിംസാണ് അനുഭവിക്കുക. അപ്പോൾ അതൊരു മുസ്ലിം വിരോധമായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. കശ്മീരിൽ ഇത്രയും കാലം ഏകദേശം 6 വർഷത്തോളം ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് അവിടെ നിൽക്കുന്നല്ല, കേരളത്തിൽ നിന്നും മറ്റുള്ള ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കശ്മീരും കാര്യങ്ങളും കറക്കുക. ആഗ്ര, ഡൽഹി, കശ്മീർ, പഞ്ചാബ്, അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും നമ്മൾ കറക്കുന്നുണ്ട്, ലക്ഷദ്വീപ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കലും സ്വന്തം കഞ്ഞിയിൽ ആരും മണ്ണ് വാരിയിടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ കോമൺ സെൻസിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് ഏതൊരാൾക്കും അറിയാവുന്നതുപോലെ ഭീകരവാദികൾ അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ഭീരുക്കളാണ്. നേരിട്ട് വന്നിട്ടല്ല അവർ ആക്രമണം ചെയ്യുന്നത്, പിൻവാതിലൂടെ വന്നിട്ടാണ്, അല്ലെങ്കിൽ ആളുകളില്ലാത്ത ഏരിയകളിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇന്നലെ പെഹൽഗാമിലൊക്കെ സംഭവിച്ച പോലെ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മിത്രങ്ങളല്ല, ശത്രുക്കൾ തന്നെയാണ്. കാരണം അവിടെയുള്ള ആ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാകുന്നെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു സ്ഥലങ്ങളിലും വൻ കലാപങ്ങളും സാധനങ്ങളും പൊട്ടിപ്പുറപ്പെടും. മുസ്ലിങ്ങൾക്കാണത് നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പോൾ ഒരിക്കലും ആ ഒരു തീവ്രവാദികൾ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ആളുകൾ തന്നെയാണ്, അല്ലാതെ അവരുടെ മിത്രങ്ങളല്ല.
മറ്റൊരു കാര്യം, ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും നമ്മൾ കണ്ടു, അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, പക്ഷേ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള പല മതസ്ഥരവിടെ വന്നിട്ടുണ്ട്. അവിടെ രക്ഷിക്കാനുണ്ടായിരുന്നത് അവിടെ കുതിരയിൽ അല്ലെങ്കിൽ പോണി റൈഡ് എടുത്തിട്ട് നമ്മൾ ബേസർ വാലിലേക്ക്, അതായത് മിനി സ്വിറ്റ്സർലൻഡിലേക്ക് പോയിട്ടുള്ള ലോക്കലായിട്ടുള്ള കുതിര സഫാരി ചെയ്യുന്ന ആളുകളും ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ അവിടെ ഡ്രൈവേഴ്സുമാണ്. നമ്മളൊന്നും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യവും അവരൊക്കെ അനുകൂലിക്കുന്ന ആളുകളാണെങ്കിലില്ല, അവർക്കില്ല. കാരണം അവരൊക്കെ എന്താ വെച്ചാൽ നമ്മളൊക്കെ പെഹൽഗാമിൽ നിന്ന് ആരുവാലിയിൽ ഏകദേശം 18 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മളെ പെട്ടെന്ന് താഴേക്ക് വിളിച്ചു വരുത്തിയേക്കാണ്. കാരണം ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് നിങ്ങൾ ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും, അവിടെയുള്ള പെഹൽഗാമിലുണ്ടായിരുന്ന ആളുകളോട്. അവിടെ ഇന്നലെ അവിടുന്ന് ആ സ്പോട്ടിൽ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതായത് ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നൊരു പക്ഷേ നമ്മളവിടെ കുടുങ്ങിയിരുന്നു. കാരണം ഒരുപാട് ആളുകൾ ഫ്ലൈറ്റും കാര്യങ്ങളും മാത്രമല്ല, ജീവൻ തന്നെ ചിലപ്പോൾ കിട്ടുമായിരുന്നില്ല. കാരണം അത്രയും ഹെക്റ്റിക് ആയുള്ള സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ കാശ്മീരിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങളെ പേര് ചോദിക്കും, മുസ്ലിമാണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യനാണോ. അത് എല്ലാ ആളുകളിലും ഭയങ്കര ലോക്കലായിട്ടുള്ള ആളുകളെ ആ ഒരു രീതിയിൽ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. എത്രയോ പ്രതീക്ഷയോടുകൂടി എത്രയോ കാലങ്ങളായിട്ടുള്ള ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കാണ് സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ. അത് ഈ പറയുന്ന ആളുകൾ, നമ്മൾ പ്രത്യേകിച്ച് മലയാളീസൊന്നും ഭയങ്കര പൈസക്കാരായിട്ടുള്ള ആളുകളൊന്നും അല്ല ഇവിടെ വരുന്നത്. പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് കൂലിപ്പണിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ഒരു 90% ആളുകളും സാമ്പത്തികമായിട്ട് ഭദ്രമായിട്ടുള്ള ആളുകളല്ല ഈ ഡെസ്റ്റിനേഷനൊന്നും കാണാൻ വരുന്നത്. മലയാളീസ് മാത്രമല്ല, തമിഴ്നാട്ടിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകളും ഇതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് വരികയാണ്. ആ ഒരു സ്ഥലത്തേക്ക് വന്ന നിരപരാധികളെയാണ് ഇത്രയും ക്രൂരമായിട്ട് ഇനി ഒരിക്കലും ഇവിടേക്ക് വരരുത്, അല്ലെങ്കിൽ അത്രമേൽ വേസ്റ്റായിട്ടുള്ള ഒരു ഓർമ്മ, അതായത് അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് അത്രയും മോശപ്പെട്ടൊരു ഓർമ്മ നൽകിക്കൊണ്ട് ഇവർ പറഞ്ഞയച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യൻ ആർമി മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷാ നടപടി അത്ര ആളുകളെ കണ്ടെത്തിയുകൊണ്ട് അവർക്ക് ഇതാവണം. കാരണം ഇത് നമ്മൾ നോൺ കശ്മീരീസ് മാത്രമല്ല, കശ്മീരിലെ സകല ഇന്ന് കശ്മീരിൽ ഹർത്താലാണ്. കശ്മീർ ഗവൺമെൻറ് മാത്രം ഉണ്ടാക്കിയ ഹർത്താലല്ല, കശ്മീരിലെ ലോക്കൽ ആളുകളും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടി ചേർന്നിട്ട് ഒരേ സ്വരത്തിൽ ഇന്നലെ പല രീതിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ കുടുങ്ങിക്കിടന്ന ടൂറിസ്റ്റുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സങ്കടത്തോടു കൂടി, അതായത് നമ്മളിപ്പോൾ പെഹൽഗാമെന്നൊരു ഇന്നോവ ക്രിസ്റ്റ എടുത്ത് പോവുകയാണ്, 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ആരുവാലിയിൽ നിന്ന് പെട്ടെന്ന് പെഹൽഗാം ടൗണിലേക്ക് ഇറങ്ങാണ്. 3000 കിട്ടേണ്ട ആൾക്ക് 1500 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. ആൾക്ക് ഭയങ്കര സങ്കടമായി. നിസാരം കുതിരമ്മ പോയ ആളുകളുണ്ട്, അത്ര ആളുകൾ ഓടിച്ചേർന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന പൈസ. നമ്മളൊക്കെ എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യാൻ പോകുന്ന ആളുകൾ, അവർക്ക് അവരുടെ തൊഴിലാണ്, വേറൊരു ജോലി അവർക്ക് ചെയ്യാനറിയില്ല. ഈ കുതിര സഫാരി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല. അപ്പോൾ ഇതൊരിക്കലും മതപരമായിട്ട് വൽക്കരിക്കാതെ ഇതൊരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. കാരണം അത്രമേൽ കശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തലയാണ്. അത്രമേൽ സൈന്യം വിന്യസിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുൽവാമ അറ്റാക്കിൽ 52 പേരാണ്. ഇന്നും നമ്മൾ പോകുമ്പോൾ വേദനയോടുകൂടി അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലൂടെ നമ്മൾ ടൂറിസ്റ്റുകളുമായിട്ട് കടന്നു പോകുന്ന സമയത്ത് ആ ഒരു അനന്തനാഗിലെ ആ ഒരു 50 എഴുതിയ ആ ഒരു ബോർഡിൻ്റെയും ഒരു നിങ്ങളെ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അവിടെ പോകുമ്പോൾ ഒരു 50 എന്നുള്ളൊരു ബോർഡും അതുപോലെ തന്നെ ഒരു പച്ച നിറത്തിലൊരു ടാങ്കുണ്ട്. ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 2 സാധനങ്ങൾക്കിടയിൽ 100 മീറ്ററിൻ്റെ ഗ്യാപ്പ്, ഒരു 50 മീറ്ററിൻ്റെ ഗ്യാപ്പിലാണ് ആ ഒരു പുൽവാമ അറ്റാക്ക് നടന്നിട്ടുള്ളത്. 52 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം വലിയൊരു ഭീകരാക്രമണം നടക്കുന്നതാണ്. ഇതിൻ്റെ മുന്നേ 2001 36 ആളുകൾ, അത് പല രീതിയിലുള്ള സിവിലിയൻ അറ്റാക്സൊക്കെ നടന്നിട്ടുണ്ട്. കശ്മീരിൽ 370 എടുത്തു മാറ്റിയതുകൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങളല്ലത്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീരുക്കളെ എത്രയും പെട്ടെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് ക്ലീശേ സിനിമകളിൽ കാണുന്ന പോലുള്ള എൻകൗണ്ടറുകളിലൂടെ അല്ല അവരെ തീർക്കേണ്ടത്. മാതൃകാപരമായിട്ട് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട 28 പേരുടെ ആ ഒരു കൊലപാതകം
ആ ഒരു അക്രമം അവർക്ക് തീരാ ലൈഫിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന രൂപത്തിൽ പോലെ മെല്ലെ മെല്ലെ കൊല്ലണം. ഏപ്രിൽ 22 ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു അക്രമം, അതായത് 28ഓളം, ഇപ്പോഴും കറക്റ്റ് വ്യക്തമായിട്ടുള്ള കണക്കുകൾ കിട്ടിയില്ല, കിട്ടിയ കണക്ക് പ്രകാരം 28ഓളം ഡെഡ് ബോഡികൾക്കുള്ള കണക്കുകൾ ഈ ഭീരുക്കളെ, ഈ ഒരു അക്രമം നടത്തിയിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. അപ്പോൾ നിലവിൽ ഒരുപാട് ആളുകൾ കാശ്മീരിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം നിലവിൽ കസ്റ്റമൈസ്ഡ് ട്രിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ഏപ്രിൽ 23 കൂടി നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ്, സുരക്ഷാപരമായിട്ടുള്ള അപ്ഡേറ്റും കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അപ്ഡേറ്റൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ നിങ്ങളൊരു അടുത്ത ആഴ്ച മുതലൊക്കെയാണ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ടിക്കറ്റുകളൊന്നും ക്യാൻസൽ ചെയ്യേണ്ട, പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുക. ഓക്കെ, നിലവിൽ ഓടിച്ചാടിയിട്ട് ഇങ്ങോട്ട് വരും വേണ്ട, പ്രത്യേകിച്ച് പെഹൽഗാം പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകും വേണ്ട. പെഹൽഗാമിലേ ഇത് സംഭവിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാശ്മീരിലെ ദൂദ്പത്രിയിലും സോനമർഗിലും ഊറിയിലും അതുപോലെ തന്നെ ഗുൽമർഗ് സ്ഥലങ്ങളൊക്കെ സേഫാണ് എന്ന് ഒരിക്കലും അർത്ഥമല്ല. ഇതിലേറെ കാടുകളും ഇതിലേറെ വാലികളുള്ള സ്ഥലങ്ങളാണ് മറ്റുള്ള ഏരിയകളൊക്കെ. ആർമിയുടെ അത്രമേൽ വലിയ വിന്യാസവും കാര്യങ്ങളും ഈ ഏരിയകളിലില്ല. ഇപ്പോൾ നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഗുൽമർഗ് ടൗണിൽ നിന്ന് കിലൻമർഗിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിലേക്കോ സെക്കൻഡ് ഫേസിലേക്കോ നമ്മൾ പോനി റൈഡ് എടുത്ത് പോകുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള വിജനമായിട്ടുള്ള ഏരിയകളാണ്. ഇനി സോനമർഗിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും സോനമർഗിൽ നിന്ന് താജിവാസി ഗ്ലേഷ്യറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് അതിൻ്റെ മുകളിലേക്ക് ഹോഴ്സ് റൈഡ് എടുത്തിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്ത് പോകുമ്പോഴോ, ഇനി അതല്ല KGL കാശ്മീരി ഗ്രേറ്റ് ലേക്സ് ട്രക്കിൻ്റെ പരിപാടിയാണ്, ഇതൊക്കെ പോകുന്ന സമയത്തും നമുക്ക് അത്രമേൽ വലിയ ആർമി വിന്യാസത്തോടെ കാണാൻ പറ്റില്ല, അൺസേഫാണ്. അതുമാത്രമല്ല ഈ ഒരു പ്രശ്നത്തോടു കൂടി കാശ്മീരിലെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ കാഷ്വാലിറ്റി ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ വരും എന്ന് വിശ്വസിക്കുക. അപ്പോൾ എടുത്ത് ചാടിയിട്ട് ഇപ്പോൾ നിങ്ങൾ യാതൊരു പ്ലാനില്ലാതെ ഇപ്പോൾ വരാനുള്ളൊരു പരിപാടിയിലേക്ക് നിങ്ങൾ നീക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കാശ്മീരിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നിലവിൽ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NH-44 കാശ്മീരിൽ നിന്ന് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് കാശ്മീരിലേക്കുള്ള റോഡ് നിലവിൽ ഭാഗികമായിട്ട് ക്ലോസ്ഡ് ആണ്. കാരണം നിങ്ങൾ ഇതിന് ഒരു 3-4 ദിവസം മുന്നേ വാർത്താമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല മുഗൾ റോഡ് വഴിയൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്തും ബുദ്ധിമുട്ടും. വരുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക.